ഹായ്. എല്ലാവരോടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. കുറച്ച് നല്ല മനുഷ്യരോട് നന്ദിയും കുറച്ച് മനുഷ്യരോട് ഒരു വിശദീകരണവും ഒരു മിനി ആമിയെ പോലെ ഇങ്ങനെ എല്ലാത്തിലും ജിജ്ഞാസയുള്ള ചേച്ചിമാർക്ക് ഒരു വിശദീകരണവും. വിശദീകരണം തരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എവിടെയാണെങ്കിലും നിന്ന് ആരോടും സംവദിക്കാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം ഞാൻ ഇന്നേ വരെ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഒരു എർലി ബേഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാനിനെ കുറിച്ച്. അപ്പോൾ മിനി ആമി എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഗ്രൂപ്പിലെ പോസ്റ്റിന് വന്ന് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. ദീജ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബിസിനസ് എന്നും പറഞ്ഞിറങ്ങി, അതിന് പൈസ ചോദിച്ച് സഹായിക്കൂ എന്ന് പറഞ്ഞ് അതിപ്പോൾ ശരിയായെന്ന് തോന്നുന്നു. അടുത്തത് ദേ ഇപ്പോൾ വീടെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഒരു ഇക്കയില്ലേ, ആ ഇക്കയെടുത്തൂടെ പറ ലോൺ എടുത്ത് അങ്ങോട്ടാടാ നടത്തിക്കൂടെ എന്ന് ഞാൻ ആ കമൻറ്റ് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിരിക്കുക ഇതിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ. അപ്പോൾ മിനിയാമിയെ പോലെ ചൊറിയുന്നവർക്കും കൂടിയുള്ള ഒരു വിശദീകരണമാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. കൈ തീട്ടുന്നത് എന്തിന് ദീജ എന്നാണ് ചോദിച്ചത്. അത് എൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഫേസ്ബുക്കിലൊക്കെ ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ നിങ്ങൾ എന്തിന് പിറകെ പോണത്, പട്ടികൾ അവിടെ ഇവിടെയും കുരയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങളെല്ലാവരും പട്ടികൾക്ക് നേരെ കല്ലെടുത്തെറിയാൻ നടക്കുന്നത് എന്തിനാണ്. പക്ഷേ അങ്ങനെയല്ല, എന്നെ വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അവർക്ക് മുമ്പിൽ ഒരു വിശദീകരണമാണ്. 2020 നൈമിത്ര ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കുറേ മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വിലപ്പെട്ട സമയം, പൈസ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ചില കാരണങ്ങളാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അത് പോയി വലിയ നഷ്ടത്തിൽ പോയി. കൂടെ നിന്ന മനുഷ്യരുടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും അവരുടെ പൈസയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വന്നതിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ വിലയും, ഞങ്ങൾ ഇത്രയും കടക്കാരായി, ഞങ്ങൾ ഇത്രയും ബാധ്യതയുള്ളവരായി, ഇത്രയും വേദനിക്കുന്ന മനുഷ്യരായി മാറിയതിൻ്റെയും പിന്നിൽ അതായിരുന്നു. അപ്പോൾ അന്ന് ആ നൈമിത്രയെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാൻ, ആരെങ്കിലും ഒന്ന് വന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഇടുകയും, ഞാൻ കുറേ ദിവസം പോസ്റ്റ് ഇടുകയും, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്ലാൻ വയ്ക്കുകയും, അങ്ങനെ 12 പേര് തരികയും, ആ 12 പേരിൽ നിന്നും 3000 രൂപ വീതം വാങ്ങിയത് കൊണ്ട് അവർക്ക് 6000 രൂപയുടെ പ്രോഡക്റ്റ് കൊടുക്കാത്ത പറഞ്ഞാണ് വാങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ വിറ്റ പൈസയും കൂടെയൊക്കെ ഇട്ട് ഞങ്ങളൊരു കട കെട്ടിയെടുക്കുകയും അതവിടെ പറ്റാതെ ആ ലീസിനെടുത്ത പുരയിടം തിരിച്ചു കൊടുക്കുകയും ചെയ്ത് വമ്പൻ നഷ്ടത്തിൽ പോയി. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കത്ത് പിടിച്ചു കയറാൻ ഇപ്പോഴും ശരിയായിട്ടില്ല. എപ്പോഴും പറയാണ്, ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോഴും വാടക വീട്ടിലാണ്, പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് നൈമിത്ര വീണ്ടും ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കണേ, നമ്മൾ ആത്മഹത്യ ചെയ്യണോ? ഞാൻ ഒരിടത്തും ചെന്നിട്ട് ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല. ഞാനത് വാങ്ങിക്കൂ, നമുക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞില്ല. കൂടെ നിന്ന മനുഷ്യരെല്ലാം പറയുന്നത് കേട്ട് അവരൊപ്പം നിന്നതേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നതേ ഉള്ളൂ. അപ്പോൾ പണ്ട് ശങ്കർ സാറ്, ഹാബിറ്റാറ്റിൻ്റെ ശങ്കർ സാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയായിരുന്നു. കൂടെ നിന്ന മനുഷ്യരുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ പറഞ്ഞത്, ദീജയെ ഒരു തരത്തിൽ നിങ്ങൾ വിഷമിപ്പിക്കരുത്. കാരണം ഒരു തീരുമാനങ്ങളും എടുക്കുന്നത് ദീജയല്ല, നിങ്ങളാണ് എന്ന് ഓർമ്മ ഉണ്ടാവണം. ദീജയെ നിങ്ങൾ വേദനിപ്പിക്കരുത്, നിങ്ങൾ ദീജയെ ഒറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു. ദീജ ഒറ്റപ്പെട്ടു. കൂടെയുള്ള ഇക്ക കൂടെ തന്നെയുണ്ട്. ദൈവം സഹായിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. മിനിയാമി അന്ന് നമ്മൾ പറഞ്ഞില്ലേ, 12 പേരിൽ നിന്നും 3000 രൂപ വീതം കിട്ടി. അതിൽ 3-4 പേര് പൈസ തരേണ്ട, അതിലേക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു കയറുമെന്ന് പറഞ്ഞാണ്. ബാക്കിയുള്ളവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കുറച്ച് ഇന്നലെ അയച്ചു, ഒരാൾക്ക് കുറച്ച് പേർക്കായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും അയക്കാനുണ്ട് 2-3 പേര്. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ദീജയുടെ വീട്ടിലേക്ക് അരി മേടിക്കാനെന്ന് പറഞ്ഞ് ഒരിടത്ത് ദീജ കൈ നീട്ടിയിട്ടില്ല. ഇനിയും കൈ നീട്ടരുത് എന്നാണ് ആഗ്രഹം. ഒരു ആപത്ത് പറ്റിയാലല്ലാതെ എനിക്ക് അരി മേടിക്കണം എന്ന് പറഞ്ഞാൽ പട്ടിണിയാണെന്ന് മരിക്കും. എനിക്കൊരു പേടിയില്ല, എനിക്ക് വസ്ത്രമില്ല, ഞാൻ വസ്ത്രമില്ലാതെ കിടന്ന് മരിക്കും, ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതിന് മനസ്സുള്ളവരെ കൂടെ നിൽക്കുള്ളൂ. ഏറ്റവും സ്നേഹമുള്ള ഫാദറിനെ പോലെ, ബിന്ദു ചേച്ചിയെ പോലെ, ശ്യാമിനെ പോലെ, മണി ചേച്ചിയെ പോലെ, അങ്ങനെ കുറേ മനുഷ്യർ, ഒരുപാട് മനുഷ്യർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പുതിയതായിട്ട് വന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുടെയും പേര് എഴുതുന്നുണ്ട്. അവരെയൊക്കെ പോലെ മനുഷ്യത്തുള്ളവരെ കൂടെ വയ്ക്കുള്ളൂ. ആ മനുഷ്യത്തുള്ള മനുഷ്യരെല്ലാവരും കൂടെ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലോണിന് കൊടുത്തിട്ടുണ്ട്, ലോൺ കിട്ടണം. അപ്പോഴത്തേക്കും ഒരു കിണറെങ്കിലും കുഴിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങിയിരിക്കുന്നത്. 1600 രൂപയുടെ പ്രോഡക്റ്റ് 1 വർഷം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ കൊടുക്കുക, 1 വർഷത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. വെറുതെ കഴിഞ്ഞിട്ടേ അല്ല മിനിയാമി എന്തുദ്ദേശത്തിലാണ് അങ്ങനെ കമൻ്റ് ഇട്ടത്? മിനിയാമിയുടെ കമൻറ്റ് ഞാൻ എടുത്തപ്പോൾ പറയാം, അയ്യോ ദീജയ്ക്ക് ചൊരുക്കായി, ദീജയ്ക്ക് മാറി ഇരുന്ന് ചൊറിഞ്ഞാൽ മതി ചൊറിയുന്നവർ. ദീജയ്ക്കും കൈ നീട്ടിയിട്ടില്ല. ദീജയുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിൽ എത്തിച്ചു തരണം എന്നൊരു റിക്വസ്റ്റാണ്, സഹായം ചോദിക്കലാണ്. അത് പ്രോഡക്റ്റ് കൊടുത്തിട്ടാണ്, കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത പ്രോഡക്റ്റ് കൊടുത്തിട്ടാണ്. അത് വെറും നാരങ്ങച്ചാറും മാങ്ങച്ചാറും കൊടുത്തിട്ടല്ല, ഇടിയിറച്ചിയും ചമ്മന്തിപ്പൊടിയും അടങ്ങുന്ന ഞങ്ങളുടെ രുചിക്കൂട്ടുകളെല്ലാം കൊടുത്തിട്ടാണ്. അതിൽ മനുഷ്യത്തുള്ളവരല്ലേ കൂടെ വയ്ക്കുന്നത്, മിനിയാമിയെ പോലുള്ള മനുഷ്യരല്ല, മനുഷ്യത്തുള്ളവരാണ് കൂടെ വയ്ക്കുന്നത്. ലോക്ക് ചെയ്ത് വെച്ചിട്ട് വന്നത് എന്തെങ്കിലുമൊക്കെ, പ്രൊഫൈലിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാനതിന് മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. കഴിഞ്ഞ ഒരു റാണി ഇട്ട പോസ്റ്റിൽ വന്നിട്ട് ഒരു ലാമിയ പറഞ്ഞു, അന്ന എന്ന് പറയുന്ന ആളിൻ്റെ പൈസ
പറ്റിച്ചു, ഓണക്കിറ്റ് കൊടുത്ത് അതിൻ്റെ മൂല്യമില്ലായിരുന്നു എന്നൊക്കെ. ഓണക്കിറ്റ് വാങ്ങിയ ആൾക്കാരെല്ലാം ഞാൻ മെൻഷൻ ചെയ്തല്ലോ, പറയണമായിരുന്നു. ഞാൻ അന്നേടുത്ത് പറഞ്ഞല്ലോ, അന്ന അത് ആരാണ്, എനിക്കത് വിശദമാക്കി തരണം. ഞാൻ അന്നയുടെ പൈസ വെറുതെ വാങ്ങിയിട്ടില്ല, ഒരു സമയത്തും അന്നയുടെ പൈസ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ആ പ്രോഡക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് അന്നയുടെ പൈസ വാങ്ങിയിട്ടുള്ളത്. അന്ന ആർക്കെങ്കിലും കൊടുക്ക് തീറ്റു എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. അല്ലാതെ അന്നയുടെ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ വാങ്ങിയെടുത്തില്ല, അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു എന്താണ് കൂടെ നിന്ന നൈമിത്രയുടെ കൂടെ നിന്ന മനുഷ്യർ തന്നെ നിന്നിട്ട് ഒരു അതിനെന്തോ പറയുമല്ലോ, ഞാൻ മറന്നുപോയി, ഇവിടെ ക്രൗഡ് ഫണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ഷോപ്പ് തുറന്നു കൊണ്ടുപോകാനാണ് ദീജയ്ക്കെന്ന് പറഞ്ഞ് ക്രൗഡ് ഫണ്ടിലിട്ടു. അപ്പോൾ 100 ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ആ ലിങ്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ പേര് വെച്ചിട്ടല്ലേ, അതും ഞാൻ വിഷമിച്ചിട്ടാണ് ഞാൻ അന്നിട്ട്. അത് കുഴപ്പമില്ല, നൈമിത്ര മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ഞാനല്ല നോക്കിയത്. ആ പൈസയും ഞാൻ എടുത്തില്ല. 12 16 എത്ര 1000 രൂപ വന്നത് എന്ത് ചെയ്തെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. അത് എടുത്തോന്നോ എടുക്കാൻ പറ്റുമോന്നോ എടുത്തോന്നോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പോലും ഞാൻ പൈസ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങൊന്നും പൈസ വേണ്ട. ഞാൻ ഷെയർ ചെയ്ത കണ്ട ആൾക്കാർ തീരെ രക്ഷപ്പെടട്ടെന്ന് പറഞ്ഞ് 100 രൂപയൊക്കെ അതിലിട്ട് കാണുമായിരിക്കും. അത് അങ്ങനെ തന്നെ ഇല്ലാതായി പോയോന്ന് പോലും അറിയത്തില്ല കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അതും കണ്ടിട്ടില്ല. പക്ഷേ ഈ 12 പേരിൽ നിന്ന് 3000 രൂപ വെച്ച് കിട്ടിയതും ഞങ്ങളുടെ വിറ്റുവരവിൽ ഉണ്ടായിരുന്ന പൈസ എല്ലാം കൊണ്ട് 1,20,000 രൂപയ്ക്കാണ് ഞങ്ങൾ അന്ന് ആ ഷോപ്പ് പണിഞ്ഞെടുത്തത്. പക്ഷേ ആ ഷോപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ വേറെ നൂലാമാലകൾ വേണമായിരുന്നു, പഞ്ചായത്തിൽ നിന്ന് വേറെ ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. കൂടെ നിന്ന മനുഷ്യരെല്ലാം തകർന്നു പോയി, അവർക്കും പറ്റാത്ത വിധമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എല്ലാവർക്കും നഷ്ടങ്ങൾ സംഭവിച്ചു, പൈസ എല്ലാവർക്കും പോയി. പക്ഷേ പൈസ പോയതിനെക്കാട്ടിലും നമ്മൾ പൈസ ഇടങ്ങി മനുഷ്യർക്ക് ഇപ്പോൾ ഉണ്ടാക്കാം. ഇനിയും ചിലപ്പോൾ നമ്മൾ നൈമിത്ര എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ കൂടുതൽ മനുഷ്യർക്ക് എല്ലാവർക്കും തണലാവണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മൾ അനുഭവിച്ചൊരു വേദന ഉണ്ടല്ലോ, നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ ശാരീരിക അധ്വാനത്തിന് 3-4 വർഷം നമ്മളിവിടെ നിന്ന് അനുഭവിച്ചത് ഒരു ഫലമില്ലാതെയായി. അപ്പോൾ ദീജ എങ്ങും കൈ നീട്ടിയിട്ടില്ല. ദീജയുടെ കൂടെയുള്ള ഇക്കയുണ്ടല്ലോ, ഇക്കയുണ്ട്. നൗഷാദ് ഖാൻ ഒരു 10 കോടി രൂപയും വലിയ കൊട്ടാരം പോലത്തെ വീടുമൊന്നും അല്ല ഉള്ളത്. നൗഷാദ് ഖാനും ദീജയ്ക്കും ഒന്നുമില്ല. ഇങ്ങനെ തന്നെ നിൽക്കുന്നത് നമ്മളിവിടെ നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്. ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. ഒരു വീട് വയ്ക്കാൻ പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. എന്നാലും അഭിമാനത്തോടു കൂടിയേ മരിക്കുള്ളൂ. പിന്നെ ഒരു ആപത്ത് വന്നാൽ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ നിസ്സഹായരായ മനുഷ്യരാണ്. ഞാൻ അവിടെയൊന്നും വെല്ലുവിളിക്കില്ല കേട്ടോ. റാണി ആമിയടുത്ത് മാത്രമാണ്, റാണി ആമി അല്ലല്ലോ, മിനി ആമി അടുത്ത് മാത്രമാണ് ഞാനീ പറയുന്നത്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾ വന്ന് കമൻറ്റ് ഇടണം. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. ദീജ ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്യണ്ട. എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ, കമൻറ്റുകൾ ഇടുന്നുണ്ടായിരിക്കും. ആരെങ്കിലും കാണുന്നെങ്കിൽ എന്നെ ഒന്ന് മെൻഷൻ ചെയ്യണേ. എനിക്ക് അത് പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം എന്നെ വിശ്വസിച്ച് കൂടെ വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ദീജ ഒന്നും കുറേ പൈസയ്ക്ക് വേണ്ടിയിരിക്കുകയല്ല. പിന്നെ നൈമിത്രയുടെ തുടർച്ചയിലേക്ക് കൂടെ നിന്ന കുറച്ച് മനുഷ്യരുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെന്ന്, ഒരിക്കലും നമ്മളങ്ങ് രക്ഷപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയറി വന്നതാണ്. 2019 നമ്മളിങ്ങനെ കയറി വന്നപ്പോഴാണ് 2020 ആ കോവിഡ് വന്നത്, അച്ഛൻ്റെ മരണവും ഈ കമ്പനിയുടെ ഇതും കൂടെ തുടങ്ങിയത്. 2021 2022 2024 ഫസ്റ്റ് ജനുവരി മുതൽ വരെ നമ്മൾ അത്ര കിടന്ന് കഷ്ടപ്പെട്ടു. പട്ടിണിയായില്ലെന്നേ ഉള്ളൂ കേട്ടോ, അത്ര ബുദ്ധിമുട്ടി. എന്നിട്ട് 2024 മുതൽ നമ്മൾ നൈമിത്ര വേറെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കഞ്ഞി ഒടിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ബാധ്യത വളരെ വലുതായി കേട്ടോ, നല്ല ബാധ്യതയായി. ഈ വാടക വീടുകളും എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ വാടക കടയും എല്ലാം കൂടെയൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ രക്ഷപ്പെടാത്തത്. അപ്പം നമുക്ക് സ്വന്തമായൊരു ഇടം ഉണ്ടാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ കയറുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ പറയാം, എയർലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഒന്ന് എടുക്കണം, ഞങ്ങളെ ഒന്ന് കൈപിടിക്കണം. ഞങ്ങൾ 1600 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ എത്തിക്കും. പക്ഷേ നിങ്ങളുടെ മനുഷ്യത്തുള്ളവർ മാത്രമേ നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. ഇതുപോലെ ചൊറിച്ചിലുള്ള ആരും നിൽക്കില്ല, മനുഷ്യത്തുള്ളവരേ നിൽക്കുകയുള്ളൂ. നിൽക്കുന്നവരെ ഈ ഒരാഴ്ചക്കകം കൂടെ നിൽക്കണം. കാരണം പിന്നെ 1000 രൂപ വീതം മേടിച്ചിട്ട് കാര്യമില്ല, അത് പിന്നെ നമുക്ക് വെറുതെ ആയിപ്പോവും. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് കൂടെ നിൽക്കണം. അപ്പോൾ ഒരുപാട് സ്നേഹം.